ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പച്ച മസാലയിൽ നല്ല ദം ബിരിയാണി, അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ബിരിയാണി കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ ലഗോൺ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ സവാള, ഒരു വലിയ തക്കാളി, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത്, 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പിന്നെ ഒരല്പം മല്ലിയില, ഒരു നാരങ്ങയുടെ നീര്, 3 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കണം. മറ്റൊരു കടായി ചൂടാക്കി അതിലേക്ക് 1/4 കപ്പ് ഓയിൽ, 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ അല്പം കാഷ്യൂസും കിസ്മിസും വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ശേഷം വലിയ 2 സവാള കൂടെ വറുത്തെടുക്കുന്നുണ്ട്. മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വറുത്ത് വെച്ച സവാള, പിന്നെ 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സവാള വറുക്കാൻ യൂസ് ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ചോറ് വേവിച്ചെടുക്കാനായിട്ട് 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, മല്ലിയില, പിന്നെ നമ്മൾ വറുക്കാൻ ഉപയോഗിച്ച ഓയിലിൽ നിന്നും 2 ടേബിൾ സ്പൂൺ അതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 കപ്പ് വെള്ളമായിരുന്നു നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 3 കപ്പ് വെള്ളവും 1 കപ്പ് എക്സ്ട്രാ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. അതിൽ നിന്നും എക്സ്ട്രാ വരുന്ന 1 കപ്പ് വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം അരിയിട്ട് വേവിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ച 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചോറും വെന്ത് വന്നിട്ടുണ്ടാകും. ഈ സമയം കൊണ്ട് തന്നെ ചോറിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് കുക്കായിട്ടില്ല, ഒരു 90% കുക്കായിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ ദം ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയുടെ മുകളിലേക്കായിട്ട് വറുത്ത് വെച്ച കാഷ്യൂസും മല്ലിയിലയും കൂടെ ചേർത്ത് അതിന് മുകളിലേക്ക് നമ്മൾ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ വീണ്ടും മറ്റൊരു ലെയർ കാഷ്യൂസും കിസ്മിസും, സവാള വറുത്തത്, ഗരം മസാല, മല്ലിയില, ഒരല്പം നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ദം ചെയ്തെടുക്കണം. ഇതിൻ്റെ ആവി ഒട്ടും തന്നെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മൈദ വെച്ച് നന്നായിട്ട് സീൽ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബിരിയാണി ചെമ്പ് വെച്ച് കൊടുക്കുന്നത്. ഡയറക്റ്റ് ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിങ്ങനെ ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലും നമുക്ക് ദം ചെയ്തിട്ടെടുക്കാം. 30 മിനിറ്റിന് ശേഷം 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്.
ആ ദമ്മ് പൊട്ടിച്ച് നമ്മൾ റൈസെല്ലാം മാറ്റിയെടുക്കുന്നുണ്ട്. റൈസ് ഒട്ടും ഓവർ കുക്കായിട്ടൊന്നുമല്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചിക്കനും നല്ല സോഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഈ രീതിയിൽ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.